ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് ഭക്ത്യാദരപൂർവ്വം പരിസമാപ്തിയാകും. കഴിഞ്ഞ ദിവസം പുറത്തെഴുന്നള്ളിയ ദേവി അല്പസമയത്തിനകം ആറ്റുകാൽ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരും. രാത്രി കാപ്പഴിക്കുന്നതോടെയാണ് ഉത്സവത്തിന് പരിസമാപ്തിയാകുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഇന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ആചാരപരമായ ചടങ്ങുകൾ? കെ.പി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദേവസ്വം ബോർഡിന്റെ ഗജവീരൻ തൃക്കടവൂർ ശിവരാജുവിന്റെ പുറത്ത് തിടമ്പേറി ആറ്റുകാൽ ദേവി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക്, മണക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. ഇപ്പോൾ ദേവി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്കുള്ള മടങ്ങി വരുവാണ്. അതിനു മുൻപ് കുത്തിയോട്ട ബാലന്മാർ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 8 മണിയോടുകൂടി ദേവി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 8 മണിക്ക് അകത്തെഴുന്നള്ളിപ്പ് ഉണ്ടാകും. അതിനുശേഷം 8:15 ഇന്ന് ദീപാരാധനയും ശേഷം ഉഷപൂജ, ഉഷ ശ്രീബലി എന്നിവയും നടക്കും. 12 മണിക്ക് 12:30 നട അടയ്ക്കും. അതിനുശേഷം വൈകിട്ട് ദീപാരാധനയുണ്ടാകും. ശേഷം 9:45 ഈ കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. കാപ്പഴിക്കൽ ചടങ്ങിന് ശേഷം നട അടയ്ക്കുകയും തുടർന്ന് 12:30 കുരുതി തർപ്പണത്തോടു കൂടിയാണ് ഈ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിന് പരിസമാപ്തിയാവുക. 606 ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം നോമ്പ് നോറ്റ് ദേവിയോടൊപ്പം ദേവിക്ക് അകമ്പടി സേവിച്ച് ഇപ്പോൾ മണക്കാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിക്ക് അകമ്പടി സേവിച്ച് പോയിരിക്കുന്നത്. അവർ ഇപ്പോൾ മടങ്ങിയെത്തും. ദേവി അകത്തേക്ക് എഴുന്നള്ളിയതിന് ശേഷമായിരിക്കും ഈ കുത്തിയോട്ടം നടത്തിയ ബാലന്മാർ ഇവിടെ എത്തിച്ചേരുകയും മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്യുക. എന്തായാലും ഭക്തി ആദരപൂർവ്വം ദേവിയെ തിരിച്ച് വരവേൽക്കുന്നതിനും അകത്തേക്ക് ഈ ഭക്തി ആദരപൂർവ്വം തന്നെ അത് വീക്ഷിക്കുന്നതിനും നിരവധി ഭക്തജനങ്ങൾ ഇപ്പോഴും ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും രാത്രി കാപ്പഴിക്കൽ ചടങ്ങോട് കൂടിയായിരിക്കും ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തിയാകുക. കെ.പി. രാത്രി കാപ്പഴിക്കൽ ചടങ്ങോടുകൂടിയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിക്കുക. ആറ്റുകാൽ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.